വേണ്ടി, യതീമിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ആ സദഖ പറഞ്ഞ ആ സഹോദരന് 5 ലക്ഷം രൂപ സദഖ പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരന് ബർക്കത്ത് നൽകണേ റഹ്മാനേ, ഐശ്വര്യം നൽകണേ റഹ്മാനേ, അവരെ മുറാദ് നിനക്കറിയാലോ, ഹസിലാക്കണേ അല്ലാഹ്, അവരെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെ കാര്യങ്ങളിൽ ഖൈർ നൽകണേ അല്ലാഹ്. ഇവിടെ സദഖ പറഞ്ഞ മുഴുവൻ ആളുകളുടെ എല്ലാവരുടെ മുറാദും ഞങ്ങളുടെ മുറാദും നീ ഹസിലാക്കണേ റഹ്മാനേ. സമ്പത്ത് നീ നൽകിയതാണ്, അതിനിന്റെ പൊരുത്തത്തിൽ വേണ്ടി ചെലവാക്കാൻ മനസ്സ് കാണിച്ച ഈ പ്രിയപ്പെട്ടവർ എവിടെയും 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 മരണം വരെ പ്രയാസപ്പെടുത്തരുതേ അല്ലാഹ്. അവര് കിടക്കുന്ന ഖബറിൽ അവരെ പ്രയാസപ്പെടുത്തരുതേ, പരലോകത്ത് വരുമ്പോ അവരെ പ്രയാസപ്പെടുത്തരുതേ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അനാഥ മക്കൾക്ക് വീട് വെച്ച് കൊടുക്കാൻ നബിയേ തങ്ങളെ അനാഥയായിട്ടാണ് വളർന്നത്, തങ്ങളെ യതീമായിട്ടാണ് വളർന്നത്, തങ്ങളെ യതീമായിട്ടാണ് വളർന്നത്. നബിയേ യതീമിനെ സ്നേഹിച്ചവന്, യതീമിനെ പരിപാലിച്ചവൻ ഞാനും അവനും ഇതുപോലെയാണ് മുത്തു റസൂലേ തങ്ങളെ പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ 2 ലക്ഷം രൂപയാണ് അനാഥക്ക് വീട് വെക്കുന്നതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹ് നീ അത് കബൂൽ ചെയ്യണേ അല്ലാഹ്, അവരുടെ മുറാദിനെ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്, ആ നേർച്ച കബൂലാക്കി അവരുടെ ജീവിതത്തിൽ ധാരാളം ഖൈറുകൾ നൽകണേ റഹ്മാനേ. അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രിയപ്പെട്ടവരെ പറയുന്നു, എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ റഹ്മാനേ. ഈ മജ്ലിസ് കഴിഞ്ഞവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് റബ്ബേ നീ അവരെ മുറാദുകൾ ഓരോന്നോരോന്നായി അവരറിയാതെ എളുപ്പത്തിലാക്കി ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇതിൽ കഠിനാധ്വാനം ചെയ്യുന്ന അറിവിന് പ്രിയപ്പെട്ട നുസ്രത്തുൽ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക് ഖൈർ നൽകണേ അല്ലാഹ്.